ഡയൽ എ ഡൗട്ട് ടു ബ്രില്യൻ എന്ന പ്രോഗ്രാമിന്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിരന്തരമായിട്ട് ഒരുപാട് കോളുകൾ, കാരണം ഒന്ന് നമുക്ക് നീറ്റിന്റെ ഈ കോൺഫിഡൻസ് ഒക്കെ നടക്കുന്ന ഒരു സമയം, റാങ്കുകൾ കേരള റാങ്ക് വന്നിട്ടില്ല. അപ്പൊ നമ്മളുടെ സാധ്യതകൾക്കൊക്കെ അനുസരിച്ചുള്ള ഒരു ആങ്സൈറ്റി നമുക്ക് തീർച്ചയായിട്ടും കോള് വിദേശത്ത് നിന്നാണ് തോന്നുന്നു, ഒമാനിൽ നിന്ന് വരുന്നുണ്ട്. നമുക്ക് എടുത്ത് നോക്കാം അല്ലേ? ഹലോ, നമസ്കാരം. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, നമസ്കാരം സാറേ. ഇത് മസ്കറ്റിൽ നിന്നാണ് വിളിക്കുന്നത്. പറയൂ സാറേ. മോൾക്ക് 582 മാർക്ക്, OBC മുസ്ലിം മൈനോറിറ്റി ആണ്. ശരി. സെൽഫ് ഫൈനാൻസിങ് MBBS ഏത് കിട്ടും സാറേ? പിന്നെ MES കിട്ടുമോ? MES അല്പം പാടാണെന്ന് തോന്നുന്നു. ബാക്കി എല്ലാ സീറ്റുകളും കിട്ടും. ട്രാവൻകൂർ, KMCT, കരുണ പോലുള്ള എല്ലാ കോളേജുകളും കിട്ടും. അതായത് സാറേ ബിലീവേഴ്സും കിട്ടാൻ ചാൻസ് ഇല്ല അല്ലേ? അല്പം പാടായിരിക്കും. സെക്കൻഡില്. അപ്പൊ നമ്മൾ എങ്ങനെയാ സാറേ ഈ അലോട്ട്മെന്റ് പ്രൊസീജിയർ? അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമുക്ക് ഒരു സീറ്റ് കിട്ടുന്നു, അതിൽ പോയി ജോയിൻ ചെയ്യണോ? നിർബന്ധമായിട്ട്. ഇല്ലെങ്കിൽ പിന്നെ കേരളത്തിൽ നിന്ന് ഔട്ട് ആവും. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഏത് കോളേജ് കിട്ടിയാലും ചേർന്നതിന് ശേഷം സെക്കൻഡ് അലോട്ട്മെന്റിനും തേർഡ് അലോട്ട്മെന്റിനും ഒക്കെ നമുക്ക് മുമ്പോട്ട് പോകാം. സെക്കൻഡിലോട്ട് പോകാം. സെക്കൻഡിൽ നിന്ന് പിന്നെ വീണ്ടും തേർഡിലോട്ട് പോയിട്ട് തേർഡിലായിരിക്കും നമ്മൾ പഠിക്കുന്നത്. നമസ്കാരം, ബ്രില്യൻ സ്റ്റഡി സെന്ററിലേക്ക് സ്വാഗതം. എന്തായിരുന്നു, സംസാരിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. നമസ്തേ, പറയൂ. സർ, എനിക്ക് നീറ്റില് 647 മാർക്സ് കിട്ടിയിരുന്നു. ജനറൽ കോട്ടയാണ് സർ. ഓക്കെ. അപ്പൊ നമുക്ക് ഓൾ ഇന്ത്യയില് ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിൽ ചാൻസ് ഉണ്ടോ സർ? നമുക്ക് ഇപ്പൊ 2023 വരെയുള്ള റാങ്കുകളുടെ അല്ലെങ്കിൽ സീറ്റുകളുടെ ഒക്കെ അവൈലബിലിറ്റി നോക്കുമ്പോൾ ഒരു 24,000 ഓൾ ഇന്ത്യ റാങ്ക് വരെ വരാനാണ് സാധ്യത. നമുക്ക് നിലവിൽ സാധ്യത തീർത്തും കുറവാണ്. പിന്നെ ഓൾ ഇന്ത്യ 2 റൗണ്ട് കഴിയുമ്പോൾ എത്രത്തോളം സീറ്റ് വർധനവ് ഉണ്ടായിരിക്കുമെന്നനുസരിച്ചിരിക്കും നമ്മുടെ റേഞ്ചിലുള്ള കുട്ടികൾക്ക് ഗവൺമെന്റ് സീറ്റിനുള്ള സാധ്യത. തീർച്ചയായിട്ടും കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് എടുക്കണം. എന്നിട്ട് 3 റൗണ്ട് വരെ നോക്കി കഴിയുമ്പോൾ എന്താണ് ഗവൺമെന്റ് സാധ്യത നോക്കിയിട്ട് തീരുമാനിക്കാൻ പറ്റും. പിന്നെ ഈ അമല, ജൂബിലി എന്നിവ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതകളുണ്ടോ? തീർച്ചയായിട്ടും. മുസ്ലിം മൈനോറിറ്റി വരുന്നത് സർ? തീർച്ചയായിട്ടും. അമലയിലും ജൂബിലിയിലൊക്കെ ചാൻസ് ഉണ്ട്. റിസർവേഷൻ ഉണ്ടല്ലോ. റിസർവേഷൻ നമുക്ക് മുസ്ലിം റിസർവേഷൻ ഉണ്ട്, പിന്നെ ജനറൽ കോട്ടയാണ്. ശരി, ഓക്കെ. ശരി. ഹലോ, നമസ്കാരം. ശിവൻ സാറിനോട് സംശയങ്ങൾ ചോദിക്കാം. പറയൂ സാറേ. മോൾക്ക് 659 ആണ് മാർക്ക്. ഓക്കെ. OBC NCL ഈഴവയാണ് സാർ. ഓക്കെ. 22,330 ആണ് സാർ ഓൾ റാങ്ക്. സാറേ, കേരളത്തിലെ തമിഴ്നാട്ടിലെ എവിടെയെങ്കിലും? തമിഴ്നാട്ടിൽ തീർച്ചയായിട്ടും സീറ്റുകൾ കിട്ടും. പിന്നെ കേരള റിസർവേഷൻ, ഈഴവ റിസർവേഷൻ ഉള്ളത് കൊണ്ട് ഒരു പക്ഷേ കേരളത്തിലും ലാസ്റ്റ് അലോട്ട്മെന്റിലൊക്കെ വന്നേക്കാം. അതിനു മുമ്പ് തന്നെ ഓൾ ഇന്ത്യയിൽ ഉറപ്പായി ഒരു സീറ്റ് തമിഴ്നാട്ടിൽ ലഭിച്ചിരിക്കും. ഓക്കെ, ബൈ. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. പറഞ്ഞോളൂ. ഞാൻ മോക്ക് 570 മാർക്കാണ്. അപ്പൊ ഹോമിയോക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യയുടെ പിന്നെ പരിഗണിക്കുമോ? തീർച്ചയായിട്ടും. ഇവിടുത്തെ നമുക്ക് ഈ MBBS PDSന് മാത്രമേ ഉള്ളൂ ലോക്കിംഗ് സിസ്റ്റം ഉള്ളൂ. ബാക്കി ഏത് കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് അടുത്ത കോഴ്സിലോട്ട് മാറാവുന്നതാണ്. ഓക്കെ, ബൈ. ഹലോ, നമസ്കാരം. എവിടെ നിന്നാണ് വിളിക്കുന്നത്? മോന് വേണ്ടിയിട്ടാണ്. ഓക്കെ. മോൻ 670 മാർക്കാണ് കിട്ടിയത്, 15,200 റാങ്ക്. ഓക്കെ. അപ്പൊ കേരളത്തിൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ കിട്ടുമോ സാർ? 670 റേഞ്ചിൽ ബെർലിനിൽ തന്നെ 1205 കുട്ടികളാണ് 670 റേഞ്ചിലുള്ളത്. വെളിയിലൊരു 50-100 കുട്ടികൾ ആ റേഞ്ചിൽ ബെർലിന് പുറത്തും ഉണ്ടായേക്കാം. അപ്പം 1300 അല്ല 1400 ഒക്കെ ആയിരിക്കാം കേരള റാങ്ക് വരാനുള്ള സാധ്യത. നമുക്ക് ഏതെങ്കിലും റിസർവേഷൻ ഉണ്ടോ, അതോ ജനറൽ വിഭാഗമാണോ? അപ്പൊ 70 വിഭാഗത്തിന് കഴിഞ്ഞ തവണ 1800 വരെ സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഉറപ്പായിട്ടും കേരളത്തിന്റെ 2ാം ഘട്ടം 3ാം ഘട്ടത്തിലൊക്കെ സീറ്റ് കേരളത്തിൽ തന്നെ ഏതെങ്കിലും ഒരു കോളേജിൽ വരും. തമിഴ്നാട്ടിലെ ഏത് കോളേജും കിട്ടുമല്ലോ. നല്ല കോളേജുകൾ ഏത് വേണമെങ്കിലും കിട്ടുമല്ലോ. 15,200 റാങ്ക് പഠിച്ച കുട്ടിയാ. ആയിക്കോട്ടെ. ധർമ്മപുരി, പുതുക്കോട്ട, തൂത്തുക്കുടി പോലുള്ള കോളേജുകളൊക്കെ കിട്ടും കേട്ടോ. ശരി. ഹലോ, നമസ്തേ, പറയൂ. നമസ്കാരം സാർ. നമസ്തേ സാർ, ഞാൻ എന്റെ മോന് വേണ്ടി ബ്രില്യന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. ഓക്കെ.
ഞങ്ങള് ക്രിസ്ത്യൻ മൈനോറിറ്റി ആണ്. 511 ആണ് മാർക്സ്. സെൽഫ് ഫിനാൻസിന് എന്തെങ്കിലും ചാൻസ് കാണോ? നിലവിൽ അല്പം സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരള മെഡിക്കൽ റാങ്ക് വരുമ്പോൾ 13,000 അല്ലെങ്കിൽ 14,000 റേഞ്ചിലെങ്കിലും വന്നാലാണ് മുൻ വർഷങ്ങളിലെല്ലാം സെൽഫ് ഫിനാൻസിങ് സീറ്റ് വന്നത്. മറ്റൊരു ഓപ്ഷനും കൂടി NRI സീറ്റോ ഡീംഡ് സീറ്റുകളോ BDSന്റെ സാധ്യതകളോ എന്തെങ്കിലും കൂടി നോക്കുന്നതായിരിക്കും നല്ലത്. കൂടുതലായിട്ട് നോക്കണം. അല്പം സാധ്യത കുറവാണെന്നാണ് തോന്നുന്നത്. അതുപോലെ സാറേ, എനിക്കൊരു സംശയം. ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കുമ്പോൾ ഇൻ കേസ് എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഞങ്ങൾ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റുകാരെ നമ്മൾ ആ കോളേജിന്റെ ഏത് ഓപ്ഷൻസിലായിരിക്കും കൊടുക്കേണ്ടത്? എല്ലാ കോളേജുകളും, ഗവൺമെന്റ് മേഖലയിലെ കോളേജുകളും സെൽഫ് ഫിനാൻസിങ്ങിന്റെ 19 കോളേജുകളും പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് തന്നെ എൻട്രി ചെയ്യേണ്ടതായി വരും. അല്ല, നമ്മുടെ ഡിസ്ട്രിക്ട് ലെവലിൽ അങ്ങനെ ഇല്ല, അങ്ങനെ നോക്കേണ്ടതായിട്ടില്ല. ഏത് ഓർഡറിലും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ എല്ലാ കോളേജുകളും ഉൾപ്പെടുത്തേണ്ടി വരും. ഹലോ, നമസ്കാരം. ഹലോ, പറഞ്ഞോളൂ. സർ, ഗുഡ് ഈവനിങ് സർ. 660 മാർക്ക് ഉണ്ട് മോക്ക്. അപ്പൊ കേരളത്തില് എവിടെയെങ്കിലും കിട്ടുവോ? 660 മാർക്കാണ്. BH കാറ്റഗറിയാണ് അല്ലേ? അതെ അതെ സർ. 660ന്റെ റേഞ്ചില് ബുർലൻഡിൽ 1715 കുട്ടികളുള്ളത്. 660ന്റെ റേഞ്ചിൽ 1715 കുട്ടികൾ ബുർലൻഡിലുണ്ട്. ഒരു 200 കുട്ടികൾ വെളിയിലും ഉണ്ടാകും. ഒരു 200 കുട്ടികൾ വെളിയിലും ഉണ്ടാകാം ആ റേഞ്ചിൽ. അപ്പൊ ഒരു 1900 അല്ല 2000 ഒക്കെ ആയിരിക്കും നമുക്ക് റാങ്ക് വരാനുള്ള മാക്സിമം സാധ്യത. അപ്പം കേരളത്തിൽ തന്നെ ഒരു ഗവൺമെന്റ് സീറ്റ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒപ്പം ഓൾ ഇന്ത്യയിലും തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാനയിലൊക്കെ സീറ്റും കിട്ടും. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാണോ അത് എടുക്കാൻ സാഹചര്യമുണ്ട്. കേരളത്തിൽ എന്താണെങ്കിലും ഒരു ഗവൺമെന്റ് സീറ്റ് കിട്ടും. മഞ്ചേരി കിട്ടാൻ വല്ല വഴി ഉണ്ടോ? കിട്ടുമെന്നാണ് തോന്നുന്നത്. സാർ, നമുക്ക് അടുത്ത കോൾ എത്തിയിട്ടുണ്ട്. ഹലോ, ഹലോ, പറഞ്ഞോളൂ. സാറല്ലേ? നമസ്തേ, പറയൂ. ഞാൻ മോന് 638 മാർക്കുണ്ട്. എല്ലാം സാറേ, ഗവൺമെന്റ് സീറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ? അത് അല്പം കുറവാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ തവണ 4000 കേരള മെഡിക്കൽ റാങ്ക് വരെയുള്ള കുട്ടിക്കാണ് LA കാറ്റഗറിയിൽ ഗവൺമെന്റ് സീറ്റ് കിട്ടിയത്. പക്ഷേ ഈ ഒരു വിഭാഗത്തിൽ ഇപ്പോൾ ബെർലിനിൽ തന്നെ ഏതാണ്ട് 3200ഓളം കുട്ടികളുണ്ട്. ഈ റേഞ്ചിൽ 3200ഓളം കുട്ടികളുണ്ട്. ഒരു 300 കുട്ടികൾ വെളിയിലും കാണുമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കൊരു 3500 അല്ല 4000-ത്തിനടുത്തായിരിക്കും കേരള റാങ്ക് വരുന്നത്. അപ്പോൾ ഇത്തവണ ഈ കാറ്റഗറിയിൽ എത്രത്തോളം പേരുണ്ട് എന്നനുസരിച്ചിരിക്കും നമ്മളുടെ സാധ്യതകൾ. അപ്പം കേരള റാങ്ക് വരുമ്പോൾ മാത്രമേ കൃത്യമായിട്ടൊരു സാധ്യത പറയാൻ സാധിക്കുള്ളൂ. നമ്മളൊരു ബ്രിമ്മായിട്ടുള്ള ആ ഒരു കിട്ടാതിരിക്കുക എന്ന് പറയുന്ന ഒരു റേഞ്ചിലാണ് നമ്മളുടെ ഇപ്പോഴത്തെ സാധ്യത. ഹലോ, നമസ്കാരം. ശിവൻ സാറിനോട് സംശയങ്ങൾ ചോദിച്ചോളൂ. സാറേ, ഞാൻ എറണാകുളത്തു നിന്നാണ് വിളിക്കുന്നത്. എന്റെ മോന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നാഷണൽ അലോട്ട്മെന്റിൽ നമ്മൾ ഫസ്റ്റില് ഡീംഡ് കോളേജ് കൊടുത്തിട്ട് നമ്മള് അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള കോളേജ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളത് ഫ്രീ എക്സിറ്റ് ഉള്ളത് കൊണ്ട് നമ്മളത് എടുക്കുന്നില്ല. അപ്പൊ എനിക്ക് സെക്കൻഡ് അലോട്ട്മെന്റില് ആ സെയിം കോളേജ് തന്നെ വെക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഓൾ ഇന്ത്യയിലെ ഗവൺമെന്റ് മേഖലയാണെങ്കിലും ഡീംഡ് മേഖലയാണെങ്കിലും ആദ്യത്തെ അലോട്ട്മെന്റിൽ ഒരു സീറ്റ് വന്നാലും വന്നില്ലെങ്കിലും അതേ ഓപ്ഷൻസ് തന്നെ സെക്കൻഡിൽ വീണ്ടും നമുക്ക് കൊടുക്കാൻ സാധിക്കും. ആ കോളേജ് തന്നെ പരിഗണിക്കും അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഒന്നും കൂടെ ഓപ്ഷൻ വെക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും ആ കോളേജ് ഓപ്ഷൻ വെക്കാം, പരിഗണിക്കും. അപ്പൊ നമ്മൾ സ്റ്റേറ്റിലെ സെൽഫ് ഫിനാൻസ് നോക്കിയിട്ട് അതിൽ കിട്ടുവാണെങ്കിൽ അതിലിപ്പോ അല്ലെങ്കിൽ ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. കേരളത്തിന്റെ ഒരു സാധ്യത നോക്കിയിട്ട് ഓൾ ഇന്ത്യ കോട്ട വഴി അഡ്മിഷൻ എടുത്താൽ മതിയാകും. അതുപോലെ മോന് 663 ആണ് മാർക്ക്. അപ്പൊ അവന് സെൽഫ് ഫിനാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? 653 ആണോ? 663 663 663 ആണോ 563 ആണോ? 663 ഓൾ ഇന്ത്യ കോട്ടയിൽ ഗവൺമെന്റ് കേരളത്തിന്റെ എല്ലാ സെൽഫ് ഫിനാൻസിങ് എല്ലാ സീറ്റുകളും കിട്ടും. അതെന്താണ് അങ്ങനെ സംശയം വന്നത്? എന്താണ്? അല്ല, അപ്പൊ നമ്മള് ജനറൽ ആണ്, റിസർവേഷൻസ് ഒന്നും ഇല്ല. 663 ഓൾ ഇന്ത്യ കോട്ടയിൽ ഉറപ്പായിട്ട് ഗവൺമെന്റ് സീറ്റ് തന്നെ കിട്ടും. തമിഴ്നാട്, കർണാടക, കേരളത്തിലെ അങ്ങനെ ഒരുപാട് പുറത്തേക്ക് പോവാൻ ഒരു ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്. അവൻ അവിടെ പഠിച്ചതാണ്, പാലയിൽ പഠിച്ചതാണ്. കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് ഏത് സീറ്റും കിട്ടും. ഒന്നാമത് വെക്കുന്ന ഓപ്ഷൻ കിട്ടും കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ്. തൃശ്ശൂരുള്ള കോളേജ് കിട്ടുമല്ലേ? ഏത് കോളേജും കിട്ടും. ഒന്നാമത് വെക്കുന്ന ഓപ്ഷൻ കേരളത്തിൽ കിട്ടും. അതെല്ലേ. അപ്പൊ നമുക്ക് ഈ സെൽഫ് ഫിനാൻസിങ് ബോണ്ട് ഉണ്ടോ? ഇല്ല. 4 വർഷത്തെ പഠനവും 1 വർഷത്തെ ഹൗസ് റെന്റ്സും, വേറെ ഒരു ബോണ്ടും ഇല്ല. ഓക്കെ, ശിവൻ സാർ. പറയൂ സാർ. നമസ്തേ. സാർ നമസ്തേ. എന്റെ മോൻ 518 മാർക്കാണ് നീറ്റിൽ വന്നേക്കുന്നത്. എനിക്ക് 32 ബ്രാഞ്ചിൽ പഠിച്ചവനാണ്. അതിനകത്ത് ഇപ്പൊ നമ്മള് ഈ
നമ്മള് ഓപ്ഷൻ കൊടുക്കണതേ 16 സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ പറഞ്ഞിരിക്കണം സാർ. അതെ അതെ, ഓൾ ഇന്ത്യ കോട്ട. ഓൾ ഇന്ത്യ കോട്ട. അപ്പൊ നമ്മൾ ഇതിനകത്ത് പിന്നെ ഈ ഏജൻസികൾ വഴി കൊടുക്കണതാണോ നല്ലത്? അങ്ങനെ അതല്ല, നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം മാത്രം കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ അല്ല. ഓരോ അലോട്ട്മെന്റിലും നമുക്ക് പങ്കെടുക്കണം, ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഓപ്ഷൻ്റെ പ്രിഫറൻസ് ഓർഡർ ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ ഒരു അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ നമുക്ക് ബെർലിൻ്റെ ഇപ്പം ഞങ്ങളുടെ വീഡിയോയിൽ കാണിച്ചു തരും എങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കണം. അപ്പം നമ്മൾ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് റീഅറേഞ്ച് ചെയ്യണോ, കൂടുതൽ കൊടുക്കണോ, കൊടുത്തതിൽ തെറ്റുണ്ടോ, ഈ ഒരു സിസ്റ്റത്തിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇതുവരെ പോയ പോലെയുള്ള യാതൊരു പാടുമില്ല. ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് കഴിവതും തന്നെത്താൻ ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ പലർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ സാർ നമ്മളിപ്പം ഇപ്പം പുറത്ത് നമ്മളിപ്പോ തമിഴ്നാട്, കർണാടക എല്ലാം ചെയ്യുമ്പോഴേ അപ്പൊ അതിന് അവരുടെ സൈറ്റുകളിൽ അതും ഇതുപോലെ തന്നെ എല്ലാം ഒരേ സമയത്ത് ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മളിവിടെ ഞാൻ ട്രിവാൻഡ്രത്താണ്. അപ്പൊ നമ്മളിവിടെ ഒരു ഏജൻസി പറഞ്ഞ് അവരെല്ലാം ചെയ്തോളാം. ഇങ്ങനെ നമ്മളാകുമ്പോ അതുപോലെ വിജിലന്റ് ആയിട്ട് നോക്കിയിരിക്കാൻ ചിലപ്പം പേരൻസിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു റേഞ്ചിൽ നോക്കേണ്ടത് നമ്മൾ എവിടെയായിരിക്കും സീറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ നമുക്ക് NRI സീറ്റ് അല്ലെ ഡീംഡ് കോളേജുകളെ കിട്ടുള്ളൂ. ഇനി BDS സീറ്റാണ് സെൽഫ് ഫിനാൻസിങ് കിട്ടും. ആയുർവേദ ഹോമിയോ ആണെങ്കിൽ ഗവൺമെന്റ് സീറ്റ് കിട്ടും. ബാക്കിയുള്ള തമിഴ്നാട്, കർണാടക, പോണ്ടിച്ചേരി സ്റ്റേറ്റുകൾ കിട്ടാൻ പാടാണ്. ആന്ധ്ര, തെലുങ്കാന ചിലപ്പോൾ ഏറ്റവും അവസാനം വന്നേക്കാം. അപ്പൊ സാർ എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? MBBS ആണോ? യുപിയിലൊക്കെ കുറച്ചുകൂടെ അവിടെ ഫുൾ ഈ ഓൾ ഇന്ത്യ കോട്ടയെന്നല്ലേ എടുക്കുന്നത്. അവിടെയൊക്കെ അവിടുത്തെ സെൽഫ് ഫിനാൻസിങ് മേഖലയിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ മലയാളികൾ കുറവായിരിക്കും എന്ന് മാത്രം. ഓക്കെ സാർ, ശരി, താങ്ക് യു. ഹലോ, നമസ്കാരം. പറഞ്ഞോളൂ. സാർ, ഞാൻ ACMS വേണ്ടി ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ആർമി മെഡിക്കൽ കോളേജിന് വേണ്ടിട്ട് പറയൂ. ആർമി മെഡിക്കൽ കോളേജ് സാർ, അതിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ആയോ? അല്ല, അതിന് ഇന്ദ്രപ്രസാദ് യൂണിവേഴ്സിറ്റിയെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. ഇപ്പൊ റിസൾട്ട് വന്നു കഴിയുമ്പോൾ വീണ്ടും ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. ഓൾ ഇന്ത്യയുടെ 2 അലോട്ട്മെന്റ് ഒക്കെ കഴിയുമ്പോഴാണ് അലോട്ട്മെന്റ് തുടങ്ങുന്നത്. അത്രേ ഉള്ളൂ. രജിസ്ട്രേഷൻ ഇപ്പൊ ചെയ്യാം. അല്ല, ഇനി വരാൻ പോകുന്നുള്ളൂ. നീറ്റിന്റെ ഡാറ്റാബേസ് വരണം, അതിന്റെ സ്കോർ കാർഡൊക്കെ വരണം. ശരി മോളെ. ഹലോ, നമസ്കാരം. ശിവൻ സാറിനോട് സംശയങ്ങൾ ചോദിക്കാം. ഹലോ സാർ, ആലപ്പുഴയായിരുന്നു വിളിക്കുന്നത്. പറയൂ സാറേ. ഈ കൊല്ലം അവിടെ പാലാ പഠിച്ചാണ്. ഓക്കെ സാർ, ഇപ്പം ആർമി കോളേജ് ഓഫ് മെഡിക്കൽ സയൻസിനെ കുറിച്ച് ഒരു തവണ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ല, ഇന്ദ്രപ്രസാദ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ളതാണ് ACMS. 4.5 ലക്ഷം രൂപയാണ് ഫീസ്. 4 ലക്ഷം രൂപ. അവിടെ കൗൺസിലിംഗ് എങ്ങനെയാ? സാധാരണ നമ്മുടെ നീറ്റിൽ തന്നെ കൊടുക്കുവാണോ? അല്ല, നമ്മൾ ACMS.in എന്ന സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യണം. അതോടൊപ്പം ഇന്ദ്രപ്രസാദ് യൂണിവേഴ്സിറ്റി ipu.ac.in എന്ന വെബ്സൈറ്റ് വഴി ചെയ്യണം. എന്നിട്ടാണ് നമുക്ക് റാങ്കിന്റെ അടിസ്ഥാനത്തിൽ അലോട്ട്മെന്റ് കിട്ടുന്നത്. അവിടെ എക്സ് സർവീസ്മെന്റിന്റെ അങ്ങനെ എന്തെങ്കിലും ആനുകൂല്യം ഉണ്ടോ? എക്സ് സർവീസ്മെൻസിനെ മാത്രമേ അവിടെ പഠിപ്പിക്കുകയുള്ളൂ. അത് മാത്രമേ ഉള്ളൂ. ശരി. പിന്നെ കേരളത്തിലെ സെൽഫ് ഫിനാൻസിംഗിൽ ഇപ്പം എന്റെ മാർക്ക് ഉണ്ടായിരുന്നത് 596 ശരി. അപ്പം സെൽഫ് ഫിനാൻസിംഗ് കോളേജസ് കേരളത്തിൽ ഏതൊക്കെയായിരിക്കും സാധ്യത? നമുക്ക് കേരള മെഡിക്കൽ റാങ്ക് വരുമ്പോഴേ ഒരു സാധ്യതയെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിലും താങ്കൾ ആഗ്രഹിക്കുന്ന വീടിനടുത്തുള്ള നല്ലൊരു കോളേജ് കിട്ടാനുള്ള മാർക്കുണ്ട് ഇത്. താങ്കളുടെ പ്രിഫറൻസ് എന്താണെന്നുള്ള അറിയില്ല. എങ്കിൽ പോലും കേരള മെഡിക്കൽ റാങ്ക് വന്നു കഴിയുമ്പോൾ താങ്കൾക്ക് അറിയാനായിട്ട് സാധിക്കും. 19 കോളേജുകളിൽ ഏതാണ്ട് ഒരു 15ഓളം കോളേജുകൾ കിട്ടും. ഒരു 4-5 കോളേജുകൾ കിട്ടാതെ പോകും. മേളിലുള്ള അമലയും ജൂബിലിയും അല്ല ജനറൽ കാറ്റഗറി. അപ്പം അങ്ങനെയുള്ള കോളേജ് കിട്ടാൻ പാടായിരിക്കും. നമസ്കാരം, പറഞ്ഞോളൂ. ഹലോ, പറയൂ. എനിക്ക് 656 മാർക്കാണ്. OBC വാണിയൂരിൽ പെട്ടതാണ്. അപ്പൊ എനിക്ക് സീറ്റ് ഇല്ലാണ്ട് പഠിക്കാൻ പറ്റൂലേ? എത്ര ഓൾ ഇന്ത്യ റാങ്ക്? 656 മാർക്ക്. 686 മാർക്ക്. അപ്പം നമുക്ക് ട്യൂഷൻ ഫീസ് ഇല്ലാതെ 656 മാർക്ക്. 656 കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് ഏത് വേണേലും കിട്ടും. ട്യൂഷൻ ഫീസ് ഒഴിവാക്കി നമ്മുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷന്റെ ഹോസ്റ്റൽ ഫീ മാത്രം മുടക്കിയാൽ മതിയാവും. ഏത് ഒന്നാമത് വെക്കുന്ന കോളേജ് കിട്ടും. ഏത് കോളേജ് വെച്ചാലും കിട്ടും.
ആ പിന്നെ സാർ ഓൾ ഇന്ത്യ അലോട്ട്മെന്റിൽ നമ്മൾ സെക്കൻഡ് കൊടുത്തിട്ട് അത് സീറ്റ് എടുത്തിട്ടില്ലെങ്കിൽ കേരളത്തിലെ തേർഡിലൊക്കെ പരിഗണിക്കുമോ? ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് ചേർന്നില്ലെങ്കിൽ പരിഗണിക്കും, തേർഡിൽ പരിഗണിക്കും. കേരള തേർഡിൽ കേരള തേർഡിൽ പരിഗണിക്കും. ചേർന്നാൽ മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യയുടെ തേർഡ് മാത്രമാകുന്നത്. ശരി. ഓൾ ഇന്ത്യ കോട്ടയിൽ നമ്മൾ സെക്കൻഡ് ചേർന്ന് പിന്നെ ഓൾ ഇന്ത്യ കോട്ടയുടെ തേർഡേ പരിഗണിക്കുള്ളൂ, കേരളത്തിന്റെ തേർഡ് പരിഗണിക്കപ്പെടാതെ പോകും. ഓക്കെ ഓക്കെ. നമസ്കാരം, ശിവൻ സാറിനോട് സംശയങ്ങൾ ചോദിക്കാം കേട്ടോ. ഹലോ സാറേ. പറയൂ. ഞാൻ എന്റെ മോൾക്ക് വേണ്ടി വിളിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. മോൾക്ക് നെറ്റില് 677 മാർക്കാണ് കിട്ടിയത്. ഓക്കെ, നല്ല മാർക്കുണ്ട് അല്ലേ? ശരി. അപ്പൊ തൃശ്ശൂര് കിട്ടുമോന്ന് അറിയാൻ വേണ്ടിട്ട്. നമുക്ക് 675 റേഞ്ചില് 1000 കുട്ടികളാണ് ബെർലിനിലുള്ളത്. വെളിയിലൊരു 100 കുട്ടികളും ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ഒരു 1100 1200 കേരള മെഡിക്കൽ റാങ്ക് വരും നമുക്ക്. അപ്പൊ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടോ കേരളത്തില്? മുസ്ലിമാണ്. അപ്പൊ കഴിഞ്ഞ വർഷം നമുക്കറിയാം 1400 റാങ്ക് വരെയുള്ളവർക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. തൃശ്ശൂരൊക്കെ കിട്ടാവുന്നതാണ്. പിന്നെ സാറേ ഒരു ഡൗട്ട് കൂടി, നമ്മള് മറ്റേ ബോണ്ട് വാങ്ങിക്കണം എന്ന് പറഞ്ഞില്ലേ? അതെ, മുദ്രപത്രം 400 രൂപയുടെ മേടിക്കണം. അത് സ്റ്റുഡന്റിന്റെ പേരിലല്ലേ? നിർബന്ധമായിട്ട് സ്റ്റുഡന്റിന്റെ പേരിൽ 400 രൂപ മൂല്യമുള്ള മുദ്രപത്രം മേടിക്കണം. ഓക്കെ. ഹലോ, പറയൂ. ഹലോ, പറയൂ. സാർ എന്റെ സ്കോർ 648 ആണ്. 648 മാർക്കുണ്ട് അല്ലേ? ശരി. ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ്. ഓക്കെ. അപ്പം സെൽഫ് ഫൈനാൻസിങ് അല്ലേ സാധ്യതയുള്ളൂ? അതെ, നമുക്ക് സെൽഫ് ഫിനാൻസിംഗിന്റെ ഏത് സീറ്റും കിട്ടും. ഗവൺമെന്റ് കിട്ടാൻ ഓൾ ഇന്ത്യ തലത്തിലോ കേരള തലത്തിലോ അല്പം സാധ്യത കുറഞ്ഞു പോയി. അപ്പം സെന്റ് ജോൺസ് നോക്കുന്നുണ്ട്, ഇത് ജൂബിലി മിഷൻ നോക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഏതായിരിക്കും നല്ല ചോയ്സ്? സെന്റ് ജോൺസ് ആണ് കോളേജ് കൊണ്ട് നമുക്ക് ബെറ്റർ എന്നറിയാം. പക്ഷെ 2 വർഷം ബോണ്ട് ഉണ്ട്. MBBSും ഹൗസ് സർവീസും കഴിയുമ്പോൾ 2 വർഷം ബോണ്ട് ചെയ്യുന്നതിനോട് എങ്ങനെയാണ് പ്രതികരണം അറിഞ്ഞിരിക്കണം. പെട്ടെന്ന് PG ആണ് ചെയ്യേണ്ടതെങ്കിൽ കേരളത്തിൽ പഠിക്കണം. അതല്ല ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജിലാണ് പഠിക്കേണ്ടതെങ്കിൽ സെന്റ് ജോൺസിൽ പഠിക്കണം. പക്ഷെ 2 വർഷം ബോണ്ട് ഉണ്ട്. ഫീസ് ഒരേപോലെ ഇരിക്കും. ശരി. സാർ, നമുക്ക് സൗദി അറേബ്യയിൽ നിന്നാണ് വിദേശത്ത് കോൾ അല്ലേ? ശരി. ഹലോ, നമസ്കാരം, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ സൗദിയിലെ റിയാദിലായിരുന്നേ. പറയൂ സാറേ. ശിവൻ സാറല്ല. ഓക്കെ, എന്റെ മാർക്ക് വേണ്ടിയിട്ടായിരുന്നു. മാർക്ക് ബ്രില്യന്റിലായിരുന്നു. 685 ആണ് സ്കോർ. ഓൾ ഇന്ത്യ 6737. ഓക്കെ. അപ്പൊ സാറേ നമുക്ക് തിരുവനന്തപുരം അല്ലെ കോട്ടയം കിട്ടാൻ സാധ്യതയുണ്ടോ? 685 റേഞ്ചിൽ ബെർലിനിൽ 595 കുട്ടികളാണുള്ളത്. അപ്പോൾ വെളിയിലൊരു 50 അല്ലെങ്കിൽ 100 കുട്ടികളുണ്ടായിരിക്കും ആ റേഞ്ചിൽ ഉണ്ടാവുക. അതുകൊണ്ട് കേരള റാങ്ക് എന്ന് പറയുന്നത് ഒരു 650-നും 700-നും ഇടയിലായിരിക്കും വരാനുള്ള സാധ്യത. അപ്പോൾ കോട്ടയം കിട്ടാനായിട്ട് പാടായിരിക്കും. ബാക്കി തൃശ്ശൂർ തൊട്ടുള്ള എല്ലാ കോളേജുകളും കിട്ടുമായിരിക്കും. മുസ്ലിം ആണെങ്കിൽ കോട്ടയവും കിട്ടും. കേരള അലോട്ട്മെന്റ് വഴി കൊടുത്താൽ മതിയാവും. എല്ലാ വീഡിയോകളും ഞാൻ കാണാറുണ്ട്. വളരെ ഉപകാരം. ഓക്കെ, താങ്ക് യു. ബൈ. ഹലോ, നമസ്കാരം. ഹലോ, ശിവൻ സാറല്ലേ? പറയൂ, എവിടുന്നാ വിളിക്കണേ? ഇവിടെ കോട്ടയം കടുത്തുരുത്തിന്ന് വിളിക്കുന്നതാണ്. പറയുമോ? 679 മാർക്ക് എന്റെ മോൾക്ക്. EWS ഉണ്ട്. കോട്ടയം കിട്ടുമോ സാർ? 100%. ആദ്യത്തെ അലോട്ട്മെന്റ് കിട്ടുമോ അതോ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടും? കിട്ടുമല്ലേ സാറേ? കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സാർ? നമ്മളെല്ലാ സർട്ടിഫിക്കറ്റുമായിട്ട് ചെന്ന് ചേരുക എന്ന് മാത്രമേ ഉള്ളൂ മാം. എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് ചെന്ന് ചേരണം കേട്ടോ. ഓക്കെ. ആണല്ലേ? ഓക്കെ, താങ്ക് യു സാർ. ഒത്തിരി ഞങ്ങൾക്ക് ഒത്തിരി ഉപകാരമാവുന്നുണ്ട് കേട്ടോ സാറിന്റെ ഈ സമയങ്ങളും. ഒത്തിരി താങ്ക്സ് ഉണ്ട് ബ്രില്യന്റിന് വേണ്ടി. എന്റെ മോളും ബ്രില്യന്റിൽ പഠിച്ചാണ്. നിങ്ങൾ തരുന്ന ഈ ഞങ്ങൾക്ക് അറിവുകൾ പകർന്നു തരുന്ന ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു സാർ. സാർ, ശരിക്കും ഈ കോളുകൾ അല്ലാതെ തന്നെ സാറിന് നിരന്തരം കോളുകൾ ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മേഖലയിലെ മലയാളികളെ നമുക്ക് യഥാർത്ഥ സ്ഥാനങ്ങളിൽ എത്തിക്കാനായിട്ട് അത് ബ്രില്യന്റ് എടുക്കുന്ന ഒരു എഫേർട്ട് അത് തീർച്ചയായിട്ടും ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം. തീർച്ചയായിട്ടും ആ കോൾ എടുത്തു കഴിയുമ്പോൾ അവരുടെ ഒരു സന്തോഷം കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കുക എന്നുള്ളതിനപ്പുറത്ത് അവരെ യഥാർത്ഥ മേഖലകളിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം. അതാണ് ബ്രില്യന്റിനെ ബാക്കിയുള്ളിടത്തുനിന്ന് മാറ്റി നിർത്തുന്നത്. അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ശിവൻ സാറിനോട് ചോദിച്ചോളൂ. ഹലോ സാർ. പറയൂ മോളെ, എവിടുന്നാ വിളിക്കണേ?
ഞാൻ തേവര സെന്ററിൽ പഠിച്ചിരുന്ന സ്റ്റുഡന്റ്. പറയും മോളെ. എനിക്ക് നീറ്റ് സ്കോർ 534 ആണ്. ആൻഡ് OEC പണ്ഡിതർ കാറ്റഗറിയാണ്. ശരി. അപ്പോ സെൽഫ് ഫൈനാൻസിങ് ചാൻസ് ഉണ്ടോ? നമുക്ക് കേരള മെഡിക്കൽ റാങ്ക് വരണം. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ 530 റേഞ്ച് വരുമ്പോഴേക്കും ഏതാണ്ട് 8500 കുട്ടികളാണ് ബെർലിനിലുള്ളത്. അപ്പം ആ റേഞ്ച് വരുമ്പോൾ ഒരു 1500-2000 കുട്ടികൾ വെളിയിലും ഉണ്ടായേക്കാം. അതുകൊണ്ട് നമുക്കൊരു 10500 റാങ്കൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൻ്റെ ലാസ്റ്റ് അലോട്ട്മെൻറ്റുകളിൽ വരാവുന്നതാണ്. പക്ഷെ എന്നാലും നമ്മൾ മറ്റുള്ള ഓപ്ഷനും കൂടെ നോക്കി വെക്കണമെന്ന് മാത്രം. ശരി. ഹലോ, നമസ്കാരം. എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോട്ടയത്താണ്. പറയൂ. മോളുടെ നീറ്റ് സ്കോർ 648 ആണ്. ശരി. അപ്പം നമ്മള് ആദ്യം ഇവിടെ സെൽഫ് ഫൈനാൻസിങ് കൊടുക്കാനാണോ നല്ലത്? നമുക്ക് 650 റേഞ്ചിൽ ഏതാണ്ട് ബെർലിനിൽ 2300 കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ കേരള റാങ്ക് എന്ന് പറയുന്നത് ഒരു 300 കുട്ടികൾ വെളിയിലും കാണും. 2500 ആയിരിക്കാം കേരള റാങ്ക് വരാനുള്ള സാധ്യത. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് കിട്ടാനായിട്ട് അല്പം സാധ്യത കുറവായതുകൊണ്ടും കേരളത്തിൽ ഓപ്ഷൻ കൊടുക്കാൻ ഒരവസരം മാത്രം ഉള്ളതുകൊണ്ടും ആദ്യത്തെ റൗണ്ടിൽ സെൽഫ് ഫിനാൻസിങ് വെക്കുകയും പോയി ചേരുകയും ചെയ്യുന്നതാണ് നല്ലത്. എന്നിട്ട് സെക്കൻഡിലും തേർഡിലും ഒക്കെ ഗവൺമെൻറ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൺഫേം ചെയ്യുകയും ചെയ്യാം. ഓൾ ഇന്ത്യയിൽ സെക്കൻഡ് റൗണ്ടിൽ വരെ പോകാൻ പറ്റുള്ളൂ. എന്നാലും നമുക്ക് അപ്പം അറിയാം, ക്വിറ്റ് ചെയ്ത് മാറി നിന്നിട്ട് തേർഡ് അലോട്ട്മെൻറ്റിൽ ഗവൺമെൻറ് കൊടുക്കണോ ഇല്ലയോ എന്നറിയാൻ സാധിക്കും. അതെ, സെക്കൻഡിൻ്റെ അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് നോക്കുക. നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്ത് നിന്നാൽ മതിയാകും. പിന്നെ സാറേ, അത് നമ്മളിപ്പോ സെന്റ് ജോൺസിൽ കൊടുക്കണമെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് ആയിട്ട് ചെയ്യാനാണോ? തീർച്ചയായിട്ടും. നമുക്ക് കേരളത്തിന്റെ ഓപ്ഷൻ കൊടുക്കുന്നത് അതേ സമയത്ത് തന്നെയായിരിക്കും കർണാടകയുടെ ഓപ്ഷൻ കൊടുക്കുന്നത്. അവിടെ നമുക്ക് സെന്റ് ജോൺസും കിട്ടും. ഏത് മേഖലയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് അതുവഴി മുമ്പോട്ട് പോയാൽ മതിയാകും. ഒന്നും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. 30-ാം തീയതിക്ക് ശേഷം 3 ദിവസം സമയം അനുവദിക്കും. വേണ്ട, അത് അഡ്മിഷൻ കിട്ടിക്കഴിയുമ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം എന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രം ചെയ്താൽ മതി. അല്ലാതെ കോളേജിന്റെ സൈറ്റിൽ കയറണ്ട. ഹലോ, നമസ്കാരം. എവിടെ നിന്നാണ് വിളിക്കുന്നത്? പറയൂ സാറേ. മോക്ക് 552 മാർക്കുണ്ട്. OEC കാറ്റഗറിയാണ്. ഓക്കെ. ഏതെങ്കിലും കോളേജ് കിട്ടാൻ സാധ്യതയുണ്ടോ സാർ? സെൽഫ് ഫിനാൻസിങ്ങിനകത്ത് തീർച്ചയായിട്ടും അതിൻ്റെ അവസാന റൗണ്ടിൽ സീറ്റ് വരുന്ന ഒരു റേഞ്ചാണിത്. നമുക്ക് കേരള മെഡിക്കൽ റാങ്ക് വരുമ്പം 8500-9000 റേഞ്ചിൽ വന്നിട്ട് സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സാറേ, എനിക്ക് വേറെ സംശയം. നമ്മളെ ഈ 15% കോട്ടയുണ്ടല്ലോ നമ്മളെ കേരളത്തിലും. സെൽഫ് ഫിനാൻസിങ് മേഖലയാണോ ഗവൺമെന്റ് മേഖല? സെൽഫ് ഫിനാൻസിങ്ങിലോ ഗവൺമെന്റിലോ? സെൽഫ് ഫിനാൻസിങ് അത് ഓൾ ഇന്ത്യ മെറിറ്റ് എന്ന് പറയും. പറയൂ. അത് അപേക്ഷിക്കേണ്ടതില്ല. ആദ്യം നമ്മളെ ഓൾ ഇന്ത്യ മെറിറ്റിലാണ് എല്ലാവരെയും പരിഗണിക്കുന്നത്. അതിനുശേഷമേ സ്റ്റേറ്റ് മെറിറ്റിൽ പരിഗണിക്കുകയുള്ളൂ. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഏത് രീതിയിലാണെങ്കിലും നമ്മൾ 8 ലക്ഷം രൂപ അടയ്ക്കണം. OEC വിഭാഗമാണെങ്കിൽ ഏത് രീതി കിട്ടിയാലും ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. മൈനോറിറ്റിയിൽ കിട്ടിയാൽ മാത്രമേ ഫീസ് അടയ്ക്കേണ്ടത് വരുള്ളൂ. ഹലോ, പറയൂ സാറേ. എവിടുന്നാ വിളിക്കണേ? പറയൂ. ഓക്കെ. നല്ല മാർക്കുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഓൾ ഇന്ത്യ വഴിയും കേരളം കിട്ടും. കേരളത്തിന്റെ ലാസ്റ്റ് അലോട്ട്മെന്റുകളിലും വരും. ഏതാണ്ട് ആ റേഞ്ചിൽ 781 കുട്ടികളാണ് ബെർലിനിലുള്ളത്. ഒരു 100-150 കുട്ടികൾ വെളിയിലും കൂടെ വരും. അങ്ങനെ 900 റാങ്കിനകത്ത് വന്നിട്ട് കേരളത്തിൽ ഒരു സീറ്റ് കിട്ടാനുണ്ട്. ഓൾ ഇന്ത്യയിലാണെങ്കിൽ ഒരു സീറ്റ് കേരളത്തിൽ കിട്ടും. ജിപ്മർ കരൈക്കൽ ക്യാമ്പസ് ആയിരിക്കും. അത് വേണമെന്നുള്ളത് പോയി നോക്കി കണ്ട് മനസ്സിലാക്കണം. എനിക്ക് അതിന്റെ ക്യാമ്പസിനെ കുറിച്ച് അത്ര കാര്യമായിട്ട് അറിയില്ല. അത് തന്നെ, പോണ്ടിച്ചേരി വരില്ല. ശരി. എയിംസിന്റെ ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ കൊടുക്കാവുന്നതാണ്. എയിംസ് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ കൊടുക്കാവുന്നതാണ്. ശരി. പിന്നെ കേരളത്തിലോട്ട് പോരാൻ സമ്മതിക്കുകയില്ല. പിന്നെ ഓൾ ഇന്ത്യയുടെ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. ഇല്ല. ഓൾ ഇന്ത്യയിലായിരിക്കും താങ്കൾക്ക് ബെറ്റർ കോളേജ് കിട്ടുക. ശരി.
സാർ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി കഴിഞ്ഞു. അപ്പോൾ നാളെ ഇതേ സമയത്ത്, അതായത് 3 മണി മുതൽ 4 മണി വരെ നിങ്ങൾക്ക് എൻട്രൻസ് മേഖലയിലുള്ള എന്ത് സംശയങ്ങൾക്കും ശിവൻ സാറിനെ വിളിക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വാട്സപ്പ് കോളുകൾ ഒഴിവാക്കി വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരേ സംശയം തന്നെ ഇപ്പം കഴിഞ്ഞ പല എപ്പിസോഡുകളിലായി ചോദിച്ചിട്ടുള്ള സംശയങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും എത്താം അല്ലേ സാർ? തീർച്ചയായിട്ടും. ഓക്കെ, ബൈ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.